വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു തീയൽ ഉണ്ടാക്കാവേ. ഈ മുരിങ്ങയ്ക്കയും പൊട്ടറ്റോയും കൂടിയിട്ടുള്ള തീയലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ പല ടൈപ്പ് തീയലുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി തീയൽ, പടവലങ്ങ കൊഞ്ച്, അങ്ങനെ പല ടൈപ്പ് തീയൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ട്രൈ ചെയ്യണം. ഈ തീയലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ. ചോറിൻ്റെയൊക്കെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും സുഖമായിട്ട് തീയൽ പോവേ. അപ്പോൾ ഇന്ന് ഞാൻ പൊട്ടറ്റോയും മുരിങ്ങയ്ക്കായും കൊണ്ടുള്ള തീയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മുരിങ്ങയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ മുരിങ്ങയ്ക്കയാണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കീറിയിടണേ. പിന്നെ വേണ്ടത് നമുക്ക് 2 പൊട്ടറ്റോ ആണ്, 1 സവോള ഇതുപോലെ അരിഞ്ഞു വെക്കുക, 3 പച്ചമുളക്, 2 ടൊമാറ്റോ. ഇത്രയും ഇട്ടാണ് നമ്മൾ തീയൽ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയല ഇത്. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക, കുറച്ച് കറിവേപ്പില ഇടുക, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഈ പൊട്ടറ്റോ തീയലിനൊക്കെ കുറച്ച് പെരിഞ്ജീരകവും കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിപ്പം നമ്മളൊന്ന് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സിമ്മിലേക്ക് ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ ചേർത്തോണേ. ഞാനിപ്പം അധികം എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 3ഉം കൂടെ സിമ്മിൽ വെച്ചിട്ട്, അതായത് ഈ തേങ്ങ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് ബാക്കി ഈ പൊടികൾ ഇടുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. കാരണം ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടണേ. അതിനായിട്ടാണ് നമ്മൾ അതും കൂടെ വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാൻ ആദ്യം ഒന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും. ചിലരുണ്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുന്നവർ. അങ്ങനെ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഇതിന് വെളിച്ചെണ്ണ ഒഴിക്കാവുള്ളേ, വേറെ എണ്ണയെക്കാട്ടി ടേസ്റ്റ് തീയലിന് എപ്പോഴും വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ സവോളയും പച്ചമുളകും ഇട്ട് വഴറ്റണേ. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് പൊട്ടറ്റോയും കൂടി ഇടണേ. കാരണം ഈ എണ്ണയെ കിടന്ന് ആ പൊട്ടറ്റോയും കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആ മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് ഒന്ന് വഴറ്റാവേ. ഈ എണ്ണയെ കിടന്ന് ഇതൊന്ന് ഫ്രൈ ആകുമ്പോൾ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലാതെ ഈ പൊട്ടറ്റോയും മുരിങ്ങയ്ക്കായും കൂടെ വെള്ളത്തിലിട്ട് വേവിച്ച് അരപ്പെല്ലാം കടക്കി ഒഴിച്ചിട്ട് കടുക് വറുത്ത് അങ്ങനെ വേണേലും തീയൽ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മുരിങ്ങയ്ക്കയൊക്കെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ല കേട്ടോ. 2-3 മിനിറ്റ് ഇങ്ങനെ ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ വറുത്തെടുക്കുന്ന ഒരു ടൈമേ ഉള്ളൂ കേട്ടോ. അന്നേരം അത് സ്വല്പം സമയം എടുക്കും. തേങ്ങയൊക്കെ കരിഞ്ഞു പോയാൽ ഈ തീയലിൻ്റെ ടേസ്റ്റ് മാറിപ്പോവേ. എപ്പോഴും ഇന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം. ഈ മിക്സിയുടെ ജാറിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം, കാരണം ഈ പൊട്ടറ്റോ മുരിങ്ങയ്ക്ക വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കറി വല്ലാതെ കുറുകി പോകും. ഇതാകുമ്പോൾ ഒരു സ്വല്പം ഗ്രേവി വേണം. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കണം. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നേ. ഇനി ആവശ്യത്തിന് കറിവേപ്പില. നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ടില്ലേ, നമ്മൾ ഈ സമയം ടൊമാറ്റോയും കൂടെ അങ്ങ് അരിഞ്ഞു കൊടുക്കണം. എല്ലാ തീയലിനും നമ്മൾ ടൊമാറ്റോ ഇടത്തില്ല. പാവയ്ക്ക തീയലെല്ലാം എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. പാവയ്ക്ക തീയലിൻ്റെ കൂടെ നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടല്ലേ, അടിപൊളിയായിരിക്കും. നോൺ വെജ് കഴിക്കുന്നവരുടെ കാര്യം പറയുന്നത്. ഫിഷ് ഫ്രൈ ഇല്ലെങ്കിൽ തീയലിൻ്റെ കൂടെ നല്ല ഒരു ഓംലെറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ചോറ് കഴിക്കാവുന്നതേ ഉള്ളേ. നന്നായിട്ട് ചേരും ഈ ഓംലെറ്റൊക്കെ ഈ തീയലിൻ്റെ കൂടെ. അത് 2 ടൊമാറ്റോ ഇടും. കാരണം തീയലിനകത്ത് ടൊമാറ്റോ കിടക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തീയൽ ഇവിടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-11 മിനിറ്റായേ. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഈ മുരിങ്ങയ്ക്കായും പൊട്ടറ്റോ വെന്തോന്ന് അറിയാൻ താണ്ട് ഇത് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയ്ക്കായും ആ സമയം കൊണ്ട് വെന്തോളൂ. ഇനി നമുക്ക് സിമ്മിലേക്ക് ആക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ തീയൽ സെറ്റായി കിട്ടും. നമ്മുടെ തീയൽ ഇവിടെ ഒരു 3 മിനിറ്റായിട്ട് നമ്മൾ സിമ്മിൽ വെച്ചേക്കുവാണ്. തീയൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. വെന്ത് എല്ലാം കുറുകിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നമ്മുടെ നല്ലൊരു തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ മുരിങ്ങയ്ക്ക തീയൽ.
ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഓംലെറ്റ്, തോരൻ, പപ്പടം, അങ്ങനെയുള്ള നല്ലൊരു കോമ്പിനേഷനിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെ ഇഷ്ടമുള്ളവർക്കും ഇത് ഗ്രേവിക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്